ഹലോ, വെൽക്കം ടു ലിറ്റിൽ ബ്ലോഗ്. ഇന്ന് ഞങ്ങൾ പോകുന്നത്, ഞങ്ങൾ ജസ്റ്റ് അവധിയൊക്കെ കിട്ടി, അപ്പോൾ ഞങ്ങൾക്കൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ എവിടെയാണ് പോകുന്നത്? കോറി ഓക്കെ, എനിക്ക് ശരിക്കും അറിയത്തില്ല, അതുകൊണ്ട് അറിയാവുന്നത് ഫാത്തിമയ്ക്ക് ആയതുകൊണ്ടും. അപ്പോൾ ട്രീ ടോപ്പ് ബ്രിഡ്ജിലല്ലേ, അതിലേക്ക് പോകുന്നത്. അപ്പോൾ പോയിട്ട് എന്താണെന്നാണ് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾക്ക് വലിയ പരിചയമില്ല. അപ്പം നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ തരേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ആരൊക്കെയാണ്. ഇത് എൻ്റെ കൂട്ടുകാരി ഫാത്തിമ, ആൻഡ് ദിസ് ഇസ് മൈ ഫ്രണ്ട് ആതിര. അതൊന്നും ഞങ്ങൾ വിളിക്കും, ഫാറ്റ് എന്ന് വിളിക്കും. പിന്നെ ഈ ടില്ലും കൂടെയാണ് പോകുന്നത്, കുപ്പിപ്പാട്ട എല്ലാം കൂടെ പെറുക്കാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. ട്രീ ടോപ്പ് ഹിൽ, അവിടെ ചെന്നിട്ട് കാണാം. പിന്നെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം. അതുവരേക്കും ബൈ. ഇതിപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ കയറി, വണ്ടിയിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് പോകാനാണ്. ആൾക്കാരൊക്കെ കയറി. അപ്പോൾ ഞങ്ങൾ രണ്ട് വണ്ടികളും കൂടെ ഒരു സീറ്റിലിരിക്കുകയാണ്. ഞങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി കുറച്ച് ദൂരം കൂടെ ചെന്നാൽ ഞങ്ങൾ പാരീസ് പോയിന്റിലെത്തും. ഇവർ രണ്ടും എന്നെ ഇട്ട് നന്നായിട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ട് ഞാൻ യൂട്യൂബ് വരുമാനം കൊണ്ട് ഞാൻ കോടീശ്വരിയായിട്ട് BMW വന്ന് MSW എടുത്ത് പോകുമെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ മിക്കവാറും ഇതുകൊണ്ട് ഞാൻ കോടികൾ അടിക്കുമെന്നാണ് തോന്നുന്നത്, ഈ ഒറ്റൊരു വ്ളോഗ് കൊണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ബസ് വെയിറ്റ് ചെയ്തായിരിക്കും. ഇതുവരെ ബസ്സൊന്നും വന്നില്ല, എപ്പോഴേലും വരുമായിരിക്കും. ഇനി എത്ര മിനിറ്റ് കൂടെ ഉണ്ട് ബസ് നോക്കിയിട്ട് പറയൂ. നമ്മുടെ ട്രിപ്പ് കോർഡിനേറ്ററായ ഫാറ്റ് നമ്മളോട് ഇപ്പം പറയുന്നത് 20 മിനിറ്റ് കൂടെ ഉള്ളെന്ന്. അപ്പോൾ അവളെ നോക്കിക്കൊണ്ട് മറ്റേ ചെടി എന്തോ മണക്കും, ഇനി അവൾ ബോധം കെട്ട് വീഴും. ഇതെല്ലാം കൂടെ എടുത്ത് വെറുതെ വേണ്ടാത്തൊന്നും ഇടേണ്ട, വല്ല വിഷമാണോന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ നല്ല വെയിലുള്ള ദിവസമാണ് ഇന്നിപ്പോൾ. എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല, വെക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ അടുത്ത ബസ്സിൽ കയറി. ഇനിയിപ്പോൾ ഞങ്ങൾ നോർത്ത് കോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകുന്നത്. അപ്പോൾ അടുത്ത ബസ്സിൽ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇരുന്ന് ഞങ്ങൾ കുറച്ചുകൂടെ മേടി. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് കാണുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് നമ്മുടെ സ്കൈ ടവറൊക്കെ കടക്കാം. ഓക്ലൻഡ് സിറ്റി അവിടെ ഉണ്ട്. പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴി പോകുന്ന വഴിക്ക് കുറച്ച് കാടും പടലവും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണ്. കറക്റ്റ് പാർക്ക് അവന്യൂ എന്ന് പറഞ്ഞ പ്ലേസിലെത്തി. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ചുകൂടെ മുമ്പോട്ട് നടക്കുകയാണ്. അവിടെ എത്തുന്ന റോഡ് ക്രോസ് ചെയ്യണം. അതിനുവേണ്ടി ഞങ്ങൾ നെക്കിയിട്ടുണ്ട്, വെയിറ്റ് ചെയ്യണം. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഫാറ്റ് ആൻഡ് ആതിര ഇതാ നടന്നുകൊണ്ട് പോകുന്നു. കാടിനുള്ളിലേക്ക് ഒരു യാത്ര, കൊടുങ്കാറ്റ്, കൊടും വനം. ബോർഡൊന്നും കണ്ടില്ല, തിരിച്ചു പോകുമ്പം ബോർഡ് കാണും. ഇവിടാണോ പറഞ്ഞ നീ കാലിലെ ചെളി കളയാൻ ഷൂ ഇട്ട്? പ്രസ് ചെയ്താൽ മതിയാ? ഇവിടെ is this one working? Here. ഓക്കെ, അങ്ങനെ കാട് ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു ഐഡിയ അറിയാവുന്ന കാല് എങ്ങനെയൊക്കെയോ ക്ലീൻ ചെയ്ത് കാട്ടിലിടും. ഇത് മലയാറ്റൂർ കാടിനകത്തോടെ നോക്കുമ്പോൾ കാല് ക്ലീൻ ചെയ്യാനൊന്നും ആരും തരുമില്ല. അവള് ക്ലീൻ അല്ല, ഞാനും ഫുള്ള് ഏകദേശം എല്ലാം ക്ലീൻ ആക്കി കഴിഞ്ഞു. അങ്ങനെ വീണ്ടും ഞങ്ങൾ കാടിൻ്റെ ഉള്ളിലേക്ക് ഘോര വനത്തിലൂടെ ഇതാ നടന്നു പോകും. അനക്കോണ്ടയുണ്ടോ? ന്യൂസിലൻഡിലെ കൊടുങ്കാറ്റ്.
ഇവിടൊക്കെ ആൾക്കാരുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറ്റാക്കൂരിട്ട് സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന രാത്രി. താഴോട്ടൊക്കെ വഴിയുണ്ട്. താഴെ കൂടെ പോണോ? ഈ വഴി കൂടെ താഴോട്ട് പോവാം. ഇന്ന് തിരിച്ച് ഞങ്ങൾ അങ്ങറ്റം വരെ പോയി നോക്കിയിട്ട് നമുക്ക് വരാം. ഇതുവഴി താഴോട്ട് ഇത് മൊത്തം ഇങ്ങനെ തന്നെ അങ്ങനെ ദൂരം വരെ നമ്മൾ നടക്കണം. അവിടെ ഇപ്പം ഇനി അടുത്ത നടന്ന് റീൽസ് എടുക്കണമെന്ന് പറഞ്ഞേ. സെയിം ഡ്രസ്സാണ് ഇട്ട, എന്നാൽ മാത്രമേ ഫോട്ടോ എടുത്താൽ കേട്ടോടി. ആ കരാർ ഒപ്പ് വെച്ചിട്ടുണ്ട് ഞങ്ങൾ. ചുറ്റോട് ചുറ്റും കാട്. ഇപ്പം ഞങ്ങൾ മാത്രം ഒറ്റയ്ക്കാണ്. അപ്പം ഇവിടെ കുറേ എണ്ണം ഒരാളുടെ വീഡിയോ എടുത്തു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ കൂടുതലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ വീഡിയോ എന്തുവാ അവർ ഫ്രണ്ടിൽ രണ്ടുപേരിരുന്ന് ഭയങ്കര വീഡിയോ കാഴ്ചയാണ്. ഇവിടെ ഞാൻ നിൽക്കുന്നത് ബാക്കും മൊത്തം കാടാണ്. അതെ അവിടെ രണ്ടുപേരിരുന്ന് വീഡിയോ എടുക്കുന്നു ഈ വശത്ത്. ഇപ്പം ഞങ്ങൾ മാത്രം ഒറ്റയ്ക്കുള്ളൂ കേട്ടോ. ഞങ്ങൾ മാത്രം ഒറ്റയ്ക്ക്. അങ്ങനെ അപ്പോൾ നമ്മൾക്ക് ആദരയ്ക്ക് പേടിയാണ്. ഇവിടെ താഴോട്ട് ഭയങ്കര കുഴി കേട്ടോ. ഇവിടെ നിങ്ങോട്ടും കുഴിയാണ്. അപ്പോൾ പേടിയുള്ളവർക്ക് എന്തോ റീൽസൊക്കെ എടുക്കണമെന്ന് പറയുന്നുണ്ട്. പേടിയാണും പക്ഷെ റീൽസും വേണം. അപ്പോൾ അവൾക്കിനി അവിടെ നിന്ന് നടന്നു വരുന്നൊരു റീൽസ്. ഓക്കെ, ഇവിടെ ഫോട്ടോഗ്രാഫർ ഫാറ്റ് ആദ്യം അങ്ങനെ ഞങ്ങൾ വീണ്ടും അത് അവസാനിച്ചില്ല. കുറച്ച് ദൂരെ നടക്കണം. അപ്പോൾ ഞങ്ങൾ ദൂരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചുകൂടെ അവിടെ കഴിയുമ്പോൾ ഞങ്ങൾക്ക് റീൽസ് എടുക്കാനുണ്ട്. താഴോട്ട് വരെ ഉണ്ട് കേട്ടോ. ഒന്നും തീർന്നിട്ടില്ല. അയ്യോ, മല കയറി പോകുന്നത് തന്നെ കാണാൻ നല്ല രസമാണ്. ഈ ഒരു വഴിയിൽ കൂടെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഇനി ഞങ്ങളെ ട്രെക്കിങ്ങിന് ഇനി മുമ്പോട്ട് ഞങ്ങൾക്ക് വളരെ ദുർഘടമായ കയറ്റത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഇവിടം കൊണ്ടൊന്നും കാട് അവസാനിക്കുന്നില്ല. വീണ്ടും ഞങ്ങൾ കാട്ടിലേക്ക് നടന്നു പോവുകയാണ്. ഇവിടെ കുറച്ചുകൂടെ ഉള്ളിലേക്ക് വരുമ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പാമ്പില്ലാത്തത് കാരണം ഒരു പേടിക്കുകയോ വേണ്ട, ഇങ്ങനെ ധൈര്യത്തോടെ നടക്കണം. ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഞങ്ങൾ മലയാറ്റൂർ ആ കാടിനകത്തോട് നടക്കുന്നൊരു ഫീലിംഗ് എനിക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും നാട്ടിലെത്തിയൊരു ഫീലിംഗാണ് ഇപ്പം ഈ കാടിനകത്തൂടെ നടക്കുന്നത്. ഇതിന് ഇങ്ങോട്ട് താഴോട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി എങ്ങോട്ട് എത്തുമെന്ന് എനിക്കറിയത്തില്ല. മൊത്തത്തിൽ കാട് മൊത്തം ഫോറസ്റ്റാണ്. അവിടെ രണ്ടുപേരിന്ന് വീണ്ടും ഫോട്ടോയും റീൽസും കൂടെ ആയിട്ട് തകർക്കുക കേട്ടോ. പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല, മൊത്തം കാടുണ്ട്. പ്രകൃതി രമണീയമായ സ്ഥലത്തൂടെ ഒരു യാത്ര അത്ര തന്നെ. പിന്നെ ഇവിടെ വേറൊരു താഴോട്ട് പിന്നെ വീണ്ടും പോകട്ടോ. ഇനി എവിടെ ചെന്ന് എത്തിച്ചേരുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഇവിടുന്ന് വീണ്ടും ഇറക്കാം. ഇനി സ്റ്റെപ്പ് ഇറങ്ങി പോകണം. ഇവിടെ ചെറിയൊരു പാലമുണ്ട്, അതിൽ കൂടി ഇങ്ങനെ നടന്നു. അത്ര വരെ ഉള്ളടി അവർ തിരിച്ചു വന്നു. ഇത് നമ്മൾ ആമസോൺ കാടിലേക്കുള്ള യാത്രയാണെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു യാത്രയിലേക്ക് പെട്ടുപോയി. ഇനി മേളിലോട്ട് സ്റ്റെപ്പുണ്ട് കേട്ടോ. ഇത് തീരുന്നില്ല ഗായ്സ്, ഇനിയുമുണ്ട്. കുറേ മലമുണ്ട്. നിങ്ങളിത് കണ്ട് ബോറടിച്ചെന്ന് എനിക്കറിയാം. പക്ഷെ ഇതും ഒരു രസമല്ലേ. നമ്മളെ ഇത്രയും ഏരിയയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ളതും വളരെ മനോഹരമായ കാഴ്ചയാണ്. പക്ഷെ കയറാനുള്ള ബുദ്ധിമുട്ടാണ്. അങ്ങനെ കൗരി റിസർവ് ബാങ്ക് ഇവിടെ അവസാനിക്കുന്നു.